ഇറാനും ഇസ്രയേലും പരസ്പരം ആക്രമിക്കുകയാണ്. കനത്ത നാശമുണ്ടാകുന്നത് ഇറാനിലാണ്. എന്നാൽ ഇസ്രയേലിനെ അത്ഭുതപ്പെടുത്തുന്നത് പോലെ തിരിച്ചടി ഇറാനും നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ ടെലിവിഷൻ വാർത്ത സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കെ ബോംബാക്രമണം ഉണ്ടാവുകയും വാർത്താ അവതാരക ഓടി രക്ഷപ്പെടുന്ന വീഡിയോ ക്ലിപ്പുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പിന്നീട് മണിക്കൂറുകൾക്കകം അവർ സംപ്രേഷണം പുനരാരംഭിച്ചു. എന്നാൽ ടെഹ്റാനിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണത്തിൽ ഇറാന് സംഭവിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമൈനിയെ വധിക്കുന്നതിലൂടെയാണ് സമാധാനം കൈവരുകയുള്ളൂ എന്ന് നെതന്യാഹു പറയുകയും ടെഹ്റാനിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ചാനലുകളും മറ്റും ആക്രമിച്ചതിന് തിരിച്ചടി എന്നോണം ഇസ്രയേൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കനത്ത തിരിച്ചടി ഇസ്രയേലിന് നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൈഫ തുറമുഖത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഓയിൽ റിഫൈനറിയുടെ അടക്കമുള്ള പ്രവർത്തനങ്ങളെല്ലാം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയാണെന്ന് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയും അറിയിച്ചിട്ടുണ്ട്. കാരണം അവിടെയും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇരുപക്ഷത്തും നാശങ്ങളും നഷ്ടങ്ങളുമുണ്ട്. ഇവിടെ വളരെ പ്രസക്തമായി ചിലർ ചോദിക്കുന്ന ചോദ്യം, ഇറാൻ ജയിക്കുമോ, ഇറാൻ പരാജയപ്പെടുമോ, ഇസ്രയേൽ ജയിക്കുമോ, ഇസ്രയേൽ പരാജയപ്പെടുമോ എന്നുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കേൾക്കുന്നവരോട്, ആവേശം കൊള്ളുന്നവരോട് എനിക്ക് ആദ്യമേയുള്ള അഭ്യർത്ഥന, ഈ യുദ്ധം എത്രയും വേഗം അവസാനിക്കാൻ വേണ്ടി ജാതിമത വ്യത്യാസമില്ലാതെ വികാരജീവികളും വികാരരഹിതരുമായിട്ടുള്ള എല്ലാവരും പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഈ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും ജീവിതത്തിനും ഒക്കെ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് എന്നതാണ് ഒരു വസ്തുതാപരമായ കാര്യം. ഇറാനു വേണ്ടി അങ്ങ് ആവേശം കൊണ്ട് ഒരുപാട് പേർ വീഡിയോ ചെയ്യുന്നുണ്ട്, ചർച്ചകളിൽ വളരെ ആവേശപൂർവ്വം സംസാരിക്കുന്നുണ്ട്, ഭയങ്കരമായി പുകഴ്ത്തുന്നുണ്ട്, ഇസ്രയേലിൻ്റെ കെട്ടിടങ്ങൾ കാണിച്ച് ആവേശം കൊള്ളുന്നുണ്ട്, വിമാനങ്ങൾ കാണിച്ച് ആവേശം കൊള്ളുന്നുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും വാർത്തകളായോ വിവരങ്ങളായോ അറിയിക്കുന്നതിന് പകരം ആവേശം കൊണ്ടിട്ട് ഒരു കാര്യമില്ല. യുദ്ധം നീണ്ടു നിന്നാൽ അല്ലെങ്കിൽ യുദ്ധം നീണ്ടുപോയാൽ ഇരുവശത്തും കനത്ത നഷ്ടങ്ങളുണ്ടാവും. അതിൻ്റെ പ്രത്യാഘാതം ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ഉണ്ടാവും. എന്ന് മാത്രമല്ല, ഇറാന് പിടിച്ചു നിൽക്കാനേ ആവില്ല. എന്തുകൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ആവേശം കൊള്ളലല്ലോ. പോസ്റ്റിട്ടും കമൻ്റിട്ടും വീഡിയോ എടുത്തും ഒക്കെ നമുക്ക് ആവേശം കൊള്ളാം. പക്ഷേ ഗ്രൗണ്ടിൽ യുദ്ധം നടക്കുമ്പോൾ ഇറാൻ 10-25 വർഷമായി ഉപരോധത്തിലാണ്. അവരുടെ കയ്യിൽ വ്യോമ പ്രതിരോധത്തിനോ അല്ലെങ്കിൽ വ്യോമാക്രമണത്തിനോ പറ്റുന്ന വിമാനങ്ങളോ അത്തരം കാര്യങ്ങളോ ഒന്നും ആരും നൽകുന്നില്ല, അവർക്ക് വാങ്ങാനും കഴിയുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യമാണ് എല്ലാ തരത്തിലും സാമ്പത്തികവും യുദ്ധോപകരണങ്ങളും ഒക്കെ നൽകി സഹായിക്കുന്ന ഇസ്രയേലുമായി ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആവേശങ്ങൾക്കപ്പുറത്ത്, ആവേശം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, പണ്ട് ഇറാഖിനെ ആക്രമിക്കുന്ന സമയത്ത് ഏതാണ്ട് പരാജയപ്പെടുന്നതിന് 2-3 ദിവസം മുമ്പ് സദ്ദാം ഹുസൈൻ ഇറാഖി പട്ടാളക്കാരോടൊപ്പം തെരുവിൽ നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ ഭയങ്കര ആവേശപൂർവ്വം എല്ലാവരും പങ്കുവച്ചത് ഞാൻ ഓർക്കുന്നു. കണ്ടു വലിയ ആവേശം കൊണ്ടു എല്ലാവരും. കണ്ടോ, അവനാണ് ധീരൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം സംഭവിച്ചതെന്താ? അത് വീണു, അത് ദുർബലമായി, അത് നശിച്ചു. അതിൻ്റെ പ്രത്യാഘാതം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഏതാണ്ട് 10-15 വർഷത്തോളം നിലനിന്നു എന്നതാണ് അതിൻ്റെ ഒരു സത്യം. ഞാൻ പറഞ്ഞത് അതൊക്കെ തന്നെയായിരിക്കും ഇവിടെയും സംഭവിക്കുക. നാശമുണ്ടാവും, രണ്ട് വശത്തും ആൾനാശമുണ്ടാവും, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നാശമുണ്ടാവും, എല്ലാ സംഗതികളും ഉണ്ടാവും. പക്ഷേ അങ്ങനെ നാശമുണ്ടായാൽ പോലും ഇസ്രയേലിന് ആ നാശം പരിഹരിക്കുന്നതിന് അധിക സമയം വേണ്ടി വരില്ല. കാരണം എല്ലാവരും കാശ് കൊടുക്കാൻ നിൽക്കുകയാണ്. അമേരിക്ക പോലും വളരെ പെട്ടെന്ന് സാമ്പത്തിക സഹായം അനുവദിക്കും. അമേരിക്കയല്ലേ സാമ്പത്തിക സഹായം അനുവദിക്കുന്നതെന്ന് ചിന്തിച്ചാൽ, ഡയറക്റ്റ് പറയുമ്പോൾ അങ്ങനെ പറയാമെങ്കിലും ഇൻഡയറക്റ്റായി അറബ് രാജ്യങ്ങളാണ് അമേരിക്കയ്ക്ക് ആവശ്യമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കൊടുക്കുന്നത്. അമേരിക്ക ആ പണത്തിൽ നിന്നുമാണ് ഇങ്ങോട്ട് സഹായിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അവർക്കിത് മറികടക്കുന്നതിനോ അവർക്കിത് പരിഹരിക്കുന്നതിനോ അധിക സമയമൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ചാനലിലോ യൂട്യൂബിലോ ഒക്കെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി, കാരണം പൊതുവിൽ കേരളത്തിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അത്യാവേശപൂർവ്വം അടിച്ചു മടക്കി ചുരുട്ടി ഓടിക്കും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ആവേശം കൊള്ളും. പക്ഷേ അതൊന്നും റിയലായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല. എന്ന് മാത്രമല്ല, ഈ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതം
അത് വളരെ വലുതായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അവസാന ഘട്ടത്തിൽ ഗത്യന്തരമില്ലാതെ വന്നാൽ ഈ പറയുന്ന അമേരിക്കൻ ബേസുകളിലേക്കൊക്കെ ആക്രമണം നടത്തിയാൽ അതൊക്കെ മിഡിൽ ഈസ്റ്റിലെ അടക്കമുള്ള സ്ഥിതിവിശേഷം വളരെ ഗുരുതരമാക്കും. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും, മാന്ദ്യമുണ്ടാക്കും. അത് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, യൂറോപ്പിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ അത് സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ഗുണഭോക്താവ് ചൈനയുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം ആവേശങ്ങളിലൊന്നും കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ വാർത്താ തരംഗങ്ങളിൽ വിശ്വസിക്കുകയും അരുത്. അത് ഈ ചെറിയ യൂട്യൂബർമാർ മുതൽ, ഞാൻ ചില തലക്കെട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് ചിരിച്ചു പോകാറുണ്ട്. ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് എന്ന് പോലും അറിയില്ല. കേൾക്കുന്നവരുടെ ഒരു ആവേശമാണ് ഇതിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വാർത്ത ചെയ്ത് വിടുന്നവരുണ്ട്. പിന്നെ CNN, പിന്നെ ഫോക്സ് ന്യൂസ്, അതുപോലെ തന്നെ റോയിട്ടേഴ്സ്, BBC, ഇവരെല്ലാം നറേറ്റീവുകൾ ഉണ്ടാക്കുന്നവരാണ്. അവരെല്ലാം ഇങ്ങനെ ഓരോരോ നറേറ്റീവുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറയുന്ന നറേറ്റീവ് ഒന്നും ഒരു വാസ്തവമായിരിക്കില്ല. ഇന്നലെ തന്നെ പുറത്തു വന്നൊരു നറേറ്റീവ് കണ്ടില്ലേ? ഇറാനെ അണുബോംബിട്ടാൽ പകരം പാകിസ്ഥാൻ ഇസ്രയേലിൽ അണുബോംബിടും. എന്തൊരു ന്യായോടാ, എന്തൊരു യുക്തി! ഇതൊക്കെ വെറുതെ പടച്ചുണ്ടാക്കുന്ന വാർത്തകളാണ്. അപ്പോൾ അതുകൊണ്ട് ആവേശപൂർവ്വം ആഹ്ലാദിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ട്, ഇപ്പം നമ്മളെപ്പോലെയുള്ളവരൊക്കെ സ്റ്റുഡിയോയിലിരുന്ന് പറയുന്നത് കേട്ട് ആവേശം കൊള്ളുന്നതുകൊണ്ട് കാര്യമില്ല. യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് അവസാനിക്കലാണ് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ കാര്യം.